വളരെ സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഐ ബട്ടൺ ഇട്ടിട്ടുണ്ട്, കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറഞ്ഞ്. വീണ്ടും പറയാതിരിക്കാൻ വയ്യ, കാരണം ചുറ്റുപാട് നടക്കുന്നത് ലഹരിയുടെ ഇതിൽ ഒരുപാട് കുട്ടികൾ മോശം അവസ്ഥയിലോട്ടും വളരെ ഭീകരമായിട്ടൊരു അവസ്ഥയിലോട്ട്. പണ്ട് നമ്മൾ കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന പോലെ ഇന്ന് മെൻ്റൽ ഔൺസ് കൺട്രി എന്നുള്ളത് വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ ദിവസവും ചുറ്റുപാട് നടക്കുന്ന ഒന്നിനും ബോധമില്ല, പാർട്ടിക്ക് ബോധമില്ല, അതുപോലെ ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ബോധമില്ലാത്തൊരു അവസ്ഥയിലോട്ടാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞാലും എന്തോരം നമ്മൾ പറഞ്ഞാലും അത് നമ്മുടെ വായിലെ നാക്ക് വറ്റിപ്പോകുന്നല്ലാണ്ട് ഇവിടെ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. ഇത് മാറ്റം വരണമെങ്കിൽ നമ്മൾ ജനങ്ങൾ എല്ലാം ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. എന്താ പറയുക, തിന്മയ്ക്കെതിരെ ജനങ്ങൾ കൂട്ടമായിട്ട് ഇതിനെതിരെ പ്രതിഷേധിച്ച് ഇങ്ങനൊരു അവസ്ഥേനെ നീക്കം ചെയ്യണം. ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടുപിടിക്കുക, അതുപോലെ അതിനെതിരെ ശക്തമായ സമരങ്ങളും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ ഒരു നീതി എന്നുള്ളൊരു അവസ്ഥയിലോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ നീതി വെറും നോക്കുകുത്തിയായിട്ട് നിൽക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.